പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ചാരവശാൽ ശുക്രൻ്റെ രാശിചാരം. ശുക്രൻ കുംഭൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ശുക്രൻ കുംഭൻ രാശിയിൽ സ്ഥിതി ചെയ്യുക കേവലം 25 ദിനങ്ങൾ മാത്രമാണ്. പക്ഷെ എന്തുകൊണ്ട് ബുധനും ശുക്രനും ചൊവ്വയുമൊക്കെ രാശികൾ മാറുമ്പോൾ നാം സൂക്ഷ്മമായി വിചിന്തനം ചെയ്യുന്നു എന്ന ചോദ്യം എൻ്റെ പ്രേക്ഷകർക്കുണ്ടാകാം. വ്യാഴം വർഷത്തിലൊരിക്കൽ മാറുന്നു. എല്ലാവരും ശ്രദ്ധിക്കും വ്യാഴത്തിൻ്റെ ചാരവശാലുള്ള മാറ്റം. ശനി 2.5 വർഷം നിൽക്കുന്നു. അതിനിടയിൽ പലപ്പോഴും വക്രിയായി വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിചാരമുണ്ടാകുന്നുണ്ട്. രാഹുകേതുക്കൾ 1.5 വർഷം മാറുന്നു. ആദിത്യൻ മാസത്തിൽ മാറുന്നു. ചന്ദ്രൻ 2.25 ദിനത്തിൽ മാറുന്നു. പലപ്പോഴും ബുധനും ശുക്രനും 30 മുതൽ 45 ദിവസമാണ് സാധാരണ രാശിയിൽ നിന്ന് മറ്റു രാശിയിലേക്ക് മാറാനുള്ള സമയം. ചൊവ്വയും അപ്രകാരമാണ്. ഉദാഹരണമായി ബുധൻ 65 ദിവസമാണ് ഇപ്പോൾ കുംഭൻ രാശിയിൽ നിൽക്കുന്നത്. അപ്രകാരം ചൊവ്വ 4 മാസം 120 ദിവസമൊക്കെ നിന്നത് കാണാറുണ്ട്. ഇവിടെ പെട്ടെന്ന് ഫലം ചെയ്യുന്ന ഗ്രഹങ്ങളാണ് ബുധനും ശുക്രനും. ഇതായത് ഗാംബ്ലിംഗ് പ്ലാനറ്റാണ്. അതുകൊണ്ടാണ് സൂക്ഷ്മമായി നാം ഇങ്ങനെയൊരു ചിന്ത നടത്തുന്നത്. ഓരോ രാശിക്കാർക്കും ഏത് രീതിയിൽ ഗുണം വരാമെന്ന ചിന്ത. 1201 മകരമാസം 23-ാം തീയതി മുതൽ കുംഭമാസം 17-ാം തീയതി വരെയുള്ള, അതായത് 2026 ഫെബ്രുവരി 6 മുതൽ മാർച്ച് 1 വരെയുള്ള 25 ദിനങ്ങളാണ് കുംഭൻ രാശിയിൽ നിൽക്കുക. ശുക്രനെ കൊണ്ടാണ് നാം ഭൗതിക സുഖവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും ചിന്തിക്കുക. വീനസ് ഈസ് ദ മെറ്റീരിയലിസ്റ്റ് പ്ലാനറ്റ്. വ്യാഴമാണെങ്കിൽ ഇസ് എ സ്പിരിച്വൽ പ്ലാനറ്റ്. മെറ്റീരിയൽ പ്ലാനറ്റ് ആകുന്നു ശുക്രൻ. വിവാഹം, ആഡംബരം, വാഹനം വാങ്ങുക, ധൂർത്തടിക്കുക, കാശ്, ഇതൊക്കെ ശുക്രൻ്റെ ധർമ്മമാണ്. സ്ത്രീകൾ, സുഹൃത്തുക്കൾ, പബ്ബിൽ പോവുക, അടിച്ച് പൊളിക്കുക, ഇതൊക്കെ ശുക്രൻ്റെ ധർമ്മമാണ്. നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാർക്കും ഈ ശുക്രൻ എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. മൂലം പുരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഇവിടെ ധനുരാശിക്കാർക്ക് ശുക്രൻ എവിടെ നിൽക്കുന്നു? 3-ാം ഭാവത്തിൽ നിൽക്കുന്നു. ശുക്രൻ ഏതെല്ലാം ഭാവങ്ങളുടെ അധിപനാണ്? ശുക്രൻ 6-ാം ഭാവാധിപത്യമുണ്ട് ധനുരാശിക്കാർക്ക്. പിന്നീട് 11-ാം ഭാവാധിപത്യവുമുണ്ട്. ശുക്രൻ ലാഭാധിപനായി 3-ാം ഭാവത്തിൽ നിൽക്കുന്നു. സഹോദര സ്ഥാനത്ത് നിൽക്കുന്നു. സഹോദരങ്ങൾക്ക് വളരെയധികം ഗുണം തരും, ഒരു മാറ്റവുമില്ല. പക്ഷെ പല കാര്യങ്ങളിലും 3-ൽ നിൽക്കുന്ന വ്യാഴം കൃപണഹ എന്നാണ്. പല കാര്യങ്ങളിലും ദാനം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ യുദ്ധമുള്ള സമയത്തൊക്കെ ഭയന്നു പോകും. തനിക്കാവുന്ന കാര്യത്തിലുള്ള പ്രോമിസസ്, വാഗ്ദാനങ്ങൾ മാത്രം നൽകുക. ഡോണ്ട് ഗിവ് റാഷ് പ്രോമിസസ്. തൽക്കാലം ആളുകൾ വരുമ്പോൾ പൊങ്ങച്ചത്തിന് ശരി ഞാനിതാ 10,000 രൂപ എൻ്റെ വക എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ സ്വയം മാനസിക പ്രയാസം വരും. ഞാൻ എന്തിന് ഇത്ര കൊടുത്തു? എന്നാൽ പിന്നെ ആയിക്കോട്ടെ, ഒരു 1000 രൂപ കൊടുക്കേണ്ടതിന് പകരമാണ് അല്ല 5000 രൂപ കൊടുക്കാം. അപ്പോൾ താൻ എന്തായി? കൃപണനായി. തനിക്ക് പേരുദോഷം വരും. അതിനാൽ വളരെ ശ്രദ്ധിക്കുക ഈ വിഷയത്തിൽ. 3-ാം ഭാവത്തിൽ ശുക്രൻ വന്നാലും വ്യാഴം വന്നാലും ഒരേ ഒരു ഫലമാണ് ഹോരാചാര്യർ പറഞ്ഞത്, കൃപണഹ. ഇവിടെ ശുക്രൻ വരുമ്പോൾ രതി സ്ത്രീജനെ തസ്യെന്ന, സ്ത്രീജനങ്ങളോട് രതി ഉണ്ടാകില്ല, അല്ലെ സ്ത്രീജനങ്ങൾക്ക് തന്നോട് രതി ഉണ്ടാകില്ല. ബന്ധുനാശ, ബന്ധുക്കൾക്ക് നാശം വരും എന്ന് പറഞ്ഞിരിക്കുന്നു. ഗുരുർ യസ്യ ദുസ്സിൽക്കോ ദാനവാനാം ന പൂർണ്ണോഭവേൽ ശർമ്മണ പുത്രഗാനം. മക്കളെ കൊണ്ട് തനിക്ക് സുഖമുണ്ടാവില്ല. പല കാര്യത്തിലും മക്കളുടെ പല കാര്യങ്ങളിലും അവർ ചെയ്യുന്ന തീരുമാനങ്ങളും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളും തന്നെ ബാധിക്കും വളരെയധികം. തനിക്കൊരു അസ്വസ്ഥത വരും, ഒരു സംശയവുമില്ല. സേനാപതിർ കാതരോ ദാന സംഗ്രാമകാലേ. സേനാപതി എന്തു ചെയ്യും? യുദ്ധം ചെയ്യുമ്പോൾ ഭയക്കും. അപ്രകാരം ദാനം ചെയ്യുന്ന സമയത്തും. അതിനാൽ പലപ്പോഴും വളരെയധികം അസ്വസ്ഥതകൾ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിൽ, സൂചിപ്പിച്ച വിഷയത്തിൽ ഉണ്ടാകും. ശ്രദ്ധിക്കുക. ആവശ്യമുള്ളത് മാത്രം തനിക്ക് കൊടുക്കുക. അധികമുള്ളതൊന്നും ഇപ്പോൾ പ്രോമിസ് ചെയ്യേണ്ട 25 ദിവസം. പക്ഷേ സഹോദര ലാഭമുണ്ടാകും 3-ൽ നിൽക്കുമ്പോൾ. സഹോദരങ്ങൾക്ക് ഗുണങ്ങളാവട്ടെ. പലപ്പോഴും ഈ ശുക്രൻ 3-ാം ഭാവത്തിൽ നിന്ന് നോക്കുന്നത് 9-ാം ഭാവത്തിലേക്കാണ്. ഈ 9-ാം ഭാവം പൈതൃകമായ നന്മകളൊക്കെയാണ്. അതിനാൽ ഈ ശുക്രനെ പ്രാർത്ഥിക്കുക, ദേവീക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുക. അതിൻ്റെയൊക്കെ ഗുണം ധനുരാശിക്കാർക്ക് വരട്ടെ. 25 ദിനക്കാലങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.